അമ്മേ, എനിക്കിവിടെ മടുത്തു. ഞാൻ തിരികെ വന്നോട്ടെ. അച്ഛനോടൊന്ന് പറയുമോ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ? ഫോണിൻ്റെ അങ്ങേത്തലയ്ക്കൽ 2 മാസം മുമ്പ് കെട്ടിച്ചയച്ച പ്രിയപുത്രിയുടെ വിതുമ്പുന്ന ശബ്ദമാണ് കേട്ടത്. എല്ലാ ആർഭാടങ്ങളോടും കൂടി വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊടുത്ത് അധ്വാനത്തിൻ്റെ ഭാഗം മുഴുവൻ, സമ്പത്തിൻ്റെ മുഴുവൻ മുടക്കി അന്തസ്സായ 4 ആളഴികെ വിവാഹം ചെയ്ത് കൊടുത്ത പെൺകുട്ടിയാണ് ഇപ്പോൾ തിരികെ പോരട്ടെ എന്ന് ചോദിക്കുന്നത്. അമ്മ ആകെ വ്യാകുലചിത്തയായി. ഒരു നിമിഷം വിവാഹാലോചനയുടെ ആദ്യ നാളുകൾ അവർ ഓർത്തു. അന്തസ്സുള്ള തറവാട്, സുന്ദരൻ, സുശീലൻ, ഉയർന്ന ജോലി, ഉയർന്ന ശമ്പളം, ദുശീലങ്ങളൊന്നുമില്ല. പൊരുത്തമാണെങ്കിലോ 10-ൽ 8 പൊരുത്തം. പിന്നെന്താ ആലോചിക്കാനാണ്? വളരെ ഗംഭീരം. അങ്ങനെ ആ വിവാഹം നല്ല ഭംഗിയായി നടത്തിക്കൊടുത്തു. അതിനിടയിൽ ഈ കുട്ടിയുടെ, ഈ മകളുടെ അഭിപ്രായങ്ങളൊന്നും ആരും തിരക്കിയില്ല. കാരണം ഇത്രയും നല്ല സൗഭാഗ്യത്തോടൊന്നും വരുമ്പോൾ അതൊന്നും ആരും ചിന്തിക്കാൻ. നമ്മുടെ സാമൂഹിക ക്രമം അങ്ങനെയായിപ്പോയി. അമ്മ ഒരു നിമിഷം വീണ്ടും വല്ലാതെ ആവാസിച്ചു. മറുവശത്ത് വീണ്ടും ചോദ്യം, അങ്ങേത്തലയ്ക്കൽ വീണ്ടും വിതുമ്പൽ. അമ്മ എന്താണൊന്നും മിണ്ടാത്തത്? എന്താണെന്നും പറയാത്തത്? എന്തെങ്കിലും പറയൂ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കിവിടെ തുടരാൻ കഴിയില്ല. അമ്മയുടെ ധാർമ്മിക ബോധം, നീതിബോധം, കുടുംബസ്നേഹം ഒക്കെ അപ്പോൾ ഉണർന്നു. അമ്മ പറഞ്ഞു, മോളെ, നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നാൽ എങ്ങനെയാണ്? അവിടെ നീ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയല്ലേ വേണ്ടി, പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണ്ടേ? ഞാനിതെല്ലാം പറഞ്ഞു തന്നിട്ടില്ലേ നിനക്ക്? വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ വീടെന്ന് പറയുന്നത് ഭർത്താവിൻ്റെ വീടാണ്. അവളുടെ മാതാപിതാക്കൾ തന്നെ ഭർത്താവിൻ്റെ മാതാപിതാക്കളാണ്. അവളുടെ ബന്ധുക്കൾ തന്നെ ഭർത്താവിൻ്റെ ബന്ധുക്കളാണ്. അവരെല്ലാം സ്വന്തം പോലെ കരുതി അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയല്ലേ മോളെ വേണ്ടത്? അതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ കുഞ്ഞ്? നീ എന്താണത് ഓർക്കാത്തത്? ഈ സാഹചര്യത്തിൽ നീ ആ ബന്ധങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങളുടെ പേരിൽ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ എന്തായിരിക്കും അവിടെ? എന്താണ് അവസ്ഥ? നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സിനെ അത് ബാധിക്കില്ലേ? നിനക്ക് താഴെ 2 കുട്ടികളുള്ള നിനക്കറിയില്ലേ? അവരുടെ ഭാവി എന്താവും? അതൊക്കെ ആലോചിക്കണ്ടേ മോളെ? അതുകൊണ്ട് തൽക്കാലം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ നോക്കൂ. അച്ഛൻ വരുമ്പോൾ ഞാൻ പറയാം. ഇത് വിവാഹിതയായ, അതായത് 2 മാസം മുമ്പ് വിവാഹിതയായ ഒരു പെൺകുട്ടി സ്വന്തം അമ്മയോട് പറയുന്ന കാര്യങ്ങളാണ്, ഫോണിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ കിട്ടുന്നത്. ആ സംഭാഷണം അവിടെ നിൽക്കട്ടെ തൽക്കാലം. ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തയക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ശ്രമങ്ങൾ നടക്കുമ്പോൾ, മുന്നൊരുക്കങ്ങൾ നടക്കുമ്പോൾ വരൻ്റെ ജോലി, സമ്പത്ത്, വരുമാനം, കുലമഹിമ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും മാതാപിതാക്കൾ ഈ കുഞ്ഞിൻ്റെ സ്വന്തം പെൺമക്കളുടെ മനസ്സിൽ അവരുടെ സ്വപ്നങ്ങളെപ്പറ്റി എപ്പോഴെങ്കിലും ആരെങ്കിലും തിരക്കാറുണ്ടോ? ഒരു സമ്പ്രദായം നിലവിലുണ്ടോ നമ്മുടെ നാട്ടിൽ? ചിലതൊക്കെ ഉണ്ട്. എങ്കിലും പലപ്പോഴും ഈ 3 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. കുലമഹിമ, അന്തസ്സ്, ചെറുക്കന് ജോലി. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഉന്നത ജോലിയുള്ളവനായിരിക്കണം, സമ്പത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന ബാക്കി കാര്യങ്ങളൂടെ ചെയ്ത് വിടുകയാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെ വീണ്ടും ആ ഒരു നിശബ്ദത പഞ്ചിച്ചുകൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു, അമ്മ എന്താണ്? അച്ഛനോടൊന്ന് പറയാതിനിടയിൽ അച്ഛൻ വന്നു. ഈ സംഭാഷണം കേട്ടുകൊണ്ട് അച്ഛൻ കയറി വരുന്നു. അച്ഛൻ ചോദിച്ചു, എന്താ പ്രശ്നം? അത് മോളുടെ ഒരു കോൾ
അവളുടെ ഫോൺ കോൾ ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അവിടെ പ്രശ്നത്തിലാണ് പോലും. അവൾ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു പോലും. നിങ്ങളെന്താ പറയുന്നത്? പിന്നെ അവളുടെ ഇടയ്ക്ക് അമ്മയെ അച്ഛൻ വന്നെങ്കിൽ ആ ഫോൺ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാമോ? അച്ഛൻ ഫോൺ വാങ്ങി. മറുപടി അച്ഛാ വിതുമ്പുന്നൊരു വിളി. അദ്ദേഹം ഒരു നിമിഷം മൗനിയായി. എന്താ പറയേണ്ടത്? അച്ഛാ എനിക്ക് ഇവിടെ പറ്റുന്നില്ല, ഞാൻ തിരിച്ചു വന്നോട്ടെ. ആ അച്ഛൻ പറഞ്ഞു, മോളെ നിനക്ക് അവിടെ തുടരാൻ കഴിയുന്നില്ലെങ്കിൽ, നിന്നെ മനസ്സിലാക്കുന്നവരാരും അവിടെ ഇല്ലെങ്കിൽ, നിനക്ക് തീരെ അവിടെ തുടരാൻ കഴിയുന്നില്ലെങ്കിൽ നീ ഒന്നും ആലോചിക്കണ്ട, തിരികെ പോരും മകളെ. നമ്മൾ തിരികെ പോര്. നിനക്ക് നിൻ്റെ വീട്ടിൽ, അതായത് ഇവിടെ ഒരിടമുണ്ട്, ഞാനുണ്ട് ഇവിടെ, ഞങ്ങളുണ്ട് ഇവിടെ. നീ ധൈര്യമായി തിരികെ പോരും. കാരണം ഒരു നാൾ നീ ജഡമായി വരുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ഒരു ഡിവോഴ്സിയായിട്ടാണെങ്കിലും എൻ്റെ വീട്ടിൽ ജീവനോടെ നീ ആരോഗ്യത്തോടെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം, കാണാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് മോൾ ഒന്നും ആലോചിക്കേണ്ട, തിരികെ പോരും. ഞാൻ വരണമെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോരാം. അപ്പോൾ അവർക്ക് ആശ്വാസമായി. സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് എത്രയോ മരണങ്ങൾ, എത്രയോ പെൺമരണങ്ങൾ ഭർതൃഗൃഹത്തിൽ ആത്മഹത്യകളായിട്ടും കൊലപാതകങ്ങൾ ആത്മഹത്യാ രൂപത്തിലായിട്ടും ഒക്കെ സംഭവിച്ചു. അതിനെല്ലാം പിന്നിൽ നടക്കുന്ന സാമ്പത്തിക വശമായി ബന്ധപ്പെട്ട ചൂഷണങ്ങൾ, പീഡനങ്ങൾ, അല്ലാതെയുള്ള കാരണങ്ങൾ ഒക്കെ എന്തു തന്നെയായാലും ഒരു പെൺകുട്ടി നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്തുക്കളാണ്, നമ്മുടെ മുത്തുകളാണ്. അവരെ നമ്മൾ വേറൊരു ഭവനത്തിലേക്ക് അയക്കുമ്പോൾ അവിടെ അവർ സുരക്ഷിതരാണോ? അവരവിടെ ജീവിതം ആസ്വദിക്കുന്നുണ്ടോ? ജീവിതം ആഘോഷിക്കുന്നുണ്ടോ? അതോ അവർ അവിടെ ദുരിതപൂർണമായ ജീവിതം ജീവിച്ചു തീർക്കുകയാണോ എന്നൊക്കെ നമ്മൾ അറിയണ്ടേ? അപ്പോൾ അതിൽ ഈ കല്യാണങ്ങളൊക്കെ ഒരുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കൂടി ചിന്തിക്കണ്ടേ? ഇപ്പം നമുക്കിപ്പം മുൻകൂട്ടി ഇപ്പം ഒരാളുടെ സ്വഭാവത്തെ സംബന്ധിച്ചും അവിടുത്തെ ഇതിനെപ്പറ്റി നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും നന്മകൾ മാത്രം ആഗ്രഹിച്ച്, നല്ലത് മാത്രം ആഗ്രഹിച്ച് നമ്മൾ ഈ കുട്ടികളെ പറഞ്ഞു വിടുമ്പോൾ അതവിടെ അങ്ങനെയല്ല. എത്ര കണ്ട് അഡ്ജസ്റ്റ് ചെയ്താലും എത്ര കണ്ട് കോംപ്രമൈസ് ചെയ്താലും അവിടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നൊരു കാര്യമില്ലെങ്കിൽ ആ കുട്ടികളുടെ ജീവിതം ദുരിതപൂർണ്ണമാവും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ് നമ്മളിവിടെ ഇപ്പോൾ ചർച്ച ചെയ്തത്. അങ്ങനെ ഉണ്ടായാൽ കുഞ്ഞുങ്ങളെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വന്നാൽ അവർക്ക് അവിടെ ഒരു ഇടമുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്താനും ഉറപ്പ് നൽകാനും മാതാപിതാക്കൾ തയ്യാറാവണം. നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടികളെ, നമ്മുടെ പെൺമക്കളെ പറഞ്ഞയക്കുമ്പോൾ അവരെപ്പോൾ തിരികെ വരേണ്ടി വന്നാലും അവർക്കൊരിടം, ഒരു മുറി ഇവിടെ ഉണ്ട്, ഒരു മകളിടം എന്നാണ് ഞാൻ വിളിക്കുന്നത്, മകളിടം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. പ്രിയ രക്ഷിതാക്കളെ, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് അമ്മമാർ, രണ്ടുപേരും തുല്യ പ്രാധാന്യമുള്ളവരെങ്കിലും അമ്മമാർ, ഈ മക്കളമാരെ ഉപദേശിച്ചു വിടുന്ന അമ്മമാരാണ്. മോളെ, ഭർത്തൃഗൃഹമാണ് നിൻ്റെ ഗൃഹം, ഭർത്തൃമാതാപിതാക്കളാണ് നിൻ്റെ മാതാപിതാക്കൾ, അവരുടെ സഹോദരങ്ങൾ നിൻ്റെ സഹോദരങ്ങളാണ്, അതാണ് ഇനി മുതൽ നിൻ്റെ വീട്. അതുകൊണ്ട് നീ അവിടെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം മകളെ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വിടുമ്പോൾ, ഉപദേശിച്ചു വിടുമ്പോൾ അടിക്കുറിപ്പായി ഒരു വാചകം കൂടി ഇനിയുള്ള കാലത്ത് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതായത്, മോളെ, നീ എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടും അവിടെ നിന്നെ മനസ്സിലാക്കാൻ ആരുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ, നിനക്കവിടെ പൊരുത്തപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ആ നിമിഷം ആ ബന്ധം, ആ ടോക്സിക്കായുള്ള ബന്ധം ഉപേക്ഷിച്ച് തിരികെ നിനക്ക് പോരാം. അതിനൊരു തടസ്സവുമില്ല. ഞങ്ങളിവിടെ ഉണ്ടാവും, നിനക്കൊരു മുറി ഇവിടെ ഉണ്ടാവും.
നിനക്ക് നമ്മുടെ മകളിടം ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു ഉപദേശം കൂടി നമ്മുടെ രക്ഷിതാക്കൾ നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ബോൾഡാണ്. അവരത് ഇങ്ങനെയുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ പെൺകുട്ടികളങ്ങനെ നിലപാടെടുക്കുമ്പോൾ അവർക്ക് സപ്പോർട്ടായി മാതാപിതാക്കൾ നമ്മൾ ഉണ്ടാവണം. ഒരു ഡിവോഴ്സ് കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, ജഡഭാവതയ്ക്കതുണ്ടല്ലോ. തിരികെ വന്നിട്ട് അവൾക്ക് വേറെ സാഹചര്യങ്ങളിൽ വേറെ ബന്ധങ്ങൾ ആലോചിക്കാം, വേറെ എന്തെങ്കിലും തൊഴിൽ അന്വേഷിക്കാം, ഒന്നും കാര്യമൊന്നുമില്ല. ആ വഴിക്ക് നമ്മുടെ സമൂഹം ചിന്തിച്ചു തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം.